നമ്മുടെ അരിമാവ് കൊണ്ടുള്ള ഇലയട ഇവിടെ റെഡിയായി. ഇലയെല്ലാം ഞാൻ മാറ്റി പച്ചരിപ്പൊടി പത്തിരിയുടെ പൊടി എടുത്ത് പൊടിച്ചെടുത്തിട്ട് അതിനെ തിളച്ച വെള്ളമൊഴിച്ച് കുഴച്ചു. അതിലേക്ക് ശർക്കര, തേങ്ങ, അതിൽ ജീരകം ഇട്ടിട്ടാണ് മടക്കി ദോശക്കല്ലിൽ വെച്ചിട്ടാണ്. പണ്ട് ചട്ടിയിലുള്ള പത്തിരിക്കല്ലുണ്ടായിരുന്നു, അപ്പം അതില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പം തിരിച്ച് മറിച്ചു ഇട്ട് ഇതാക്കാം. ഒന്നിൻ്റെ സൈഡ് പൊട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. വേവണ വരെ ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ. കുറച്ചുകൂടെ വേവാനുണ്ട്. ഇതിൻ്റെ സൈഡ് വെന്തിട്ടില്ല, അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് മുറിച്ച് നോക്കാം. നമ്മുടെ ഇലയട റെഡിയായി കഴിഞ്ഞു.